ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ. വീണ്ടും വാഹന സംബന്ധമായ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യവുമായി വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഈ പേജിൽ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോയിലും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് വളരെ വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, എന്നെ അറിയുന്നവരായിക്കോട്ടെ, ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും അത് ശരിയായ ആളുകളിലേക്ക് എത്തിക്കുമെന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്കറിയാമായിരുന്നു, ഈ കാണുന്ന പരിവാഹൻ വെബ്സൈറ്റിന് മുമ്പ് വാഹനത്തിന് വെഹിക്കിൾ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ മുഴുവൻ ഓണറിനെയും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരുന്നു സൈറ്റിൻ്റേത്. മാത്രമല്ല, ഒരു വാഹനത്തിന് തുടക്കം മുതൽ ഓണേഴ്സ് ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ലഭിക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ എന്തുകൊണ്ടാണ് കുറച്ച് അക്ഷരങ്ങൾ മാത്രം കാണിക്കുന്നത് ഓണർഷിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ? കൂടാതെ വാഹന സംബന്ധമായ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അറിയുവാനുള്ള മാർഗം വേറെ എന്താണ്? ഇതിനെയൊക്കെ പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിനും നേരത്തെ വേറെ ആർടിഒ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. 2011-2013 കാലഘട്ടം മുതൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇതിനൊരു സെൻട്രലൈസ്ഡ് ട്രാൻസ്പോർട്ട് ഡാറ്റാബേസ് ആക്കി മാറ്റാൻ തുടങ്ങി എന്നതാണ്. പരിവാഹനിൽ വാഹൻ ആൻഡ് സാരഥി പ്ലാറ്റ്ഫോം മുഖേനയായിരുന്നു ഇത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കിയത്. 2015 മുതൽ 2020 വരെയുള്ള കാലയളവിലായിരുന്നു ഏകദേശം ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഈ സെൻട്രലൈസ് സിസ്റ്റം ആക്കി മാറി തുടങ്ങിയത്. സർക്കാർ എന്തുകൊണ്ട് ഈ സെൻട്രലൈസ് സിസ്റ്റം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, മുൻപ് ഓരോ സംസ്ഥാനത്തിനും സ്വന്തം RTO ഡാറ്റാബേസ്, ഡാറ്റ ഫോർമാറ്റ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തം, അതുപോലെ ഇൻ്റർസ്റ്റേറ്റ് വെഹിക്കിൾ വെരിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ട്, ഡ്യൂപ്ലിക്കേറ്റ് RC, ഫേക്ക് രജിസ്ട്രേഷൻ സാധ്യതകളൊക്കെ ആ സമയങ്ങളിൽ വളരെയധികം കൂടുതലായിട്ടുണ്ടായിരുന്നു. ഈ സെൻട്രലൈസേഷൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ മുഴുവൻ ഒരേ നിയമവും സംവിധാനവും അതുപോലെ ഫ്രോഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റും തടയാൻ. മുമ്പ് വ്യാജ RC, ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ, ഓണർഷിപ്പ് ഡീറ്റെയിൽസ് മാറ്റിമറിക്കൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിരുന്നു. എന്നാൽ ഈ സംവിധാനത്തോടു കൂടി ഇത് തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇൻ്റർസ്റ്റേറ്റ് വെരിഫിക്കേഷനും അതുപോലെ എളുപ്പമാക്കി. ഈ പോലീസ്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ് ഇന്ത്യയിൽ ഏതു വാഹനവും വെരിഫൈ ചെയ്യാമെന്ന സ്ഥിതിയായി. നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ സർവീസസ് നമുക്ക് ലഭ്യമായി തുടങ്ങി. ഓൺലൈൻ RC, ഡ്രൈവ് ലൈസൻസ് സർവീസസ്, ചലാൻ, ഓൺലൈൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ, പരിവാഹൻ മൊബൈൽ ആപ്പ് എന്നിവയെല്ലാം ഈ സംവിധാനത്തോടു കൂടിയായിരുന്നു നിലവിൽ വന്നത്. അതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ ഓണർ നെയിം മുഴുവനായി കാണിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? മുമ്പ് സ്റ്റേറ്റ് RTO സിസ്റ്റം ആയിരുന്നു. ഓണറിനെ മുഴുവൻ പേര് നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അഡ്രസ്സ് ഉൾപ്പെടെയുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുമായിരുന്നു. മുമ്പ് ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ അതുപോലെ ശക്തമായിരുന്നില്ല. ഇപ്പോൾ സെൻട്രൽ പരിവാഹൻ സിസ്റ്റമാണ്. ഓണർ നെയിം പാർഷ്യലായി മാത്രം, ഉദാഹരണം ഈ കാണുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ അഡ്രസ്സ്, വ്യക്തിഗത വിവരങ്ങൾ ഹൈഡ് ചെയ്തിരിക്കും. കാരണം ഡാറ്റ പ്രൈവസി ആൻഡ് നിയമപരമായിട്ടുള്ള നിർബന്ധങ്ങളാണ്. പ്രധാന കാരണങ്ങൾ റൈറ്റ് ടു പ്രൈവസി 2017 സുപ്രീം കോടതി വിധിയായിരുന്നു. വ്യക്തിഗത വിവരങ്ങൾ പൊതുവായ വെബ്സൈറ്റുകളിൽ കാണിക്കരുതെന്നും RC ഓണർ നെയിം പേഴ്സണൽ ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ ആണെന്നും പബ്ലിക് പോർട്ടലിൽ മുഴുവൻ പേര് പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നുമാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? മിസ്യൂസ് ഒഴിവാക്കാൻ. മുമ്പ് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഫ്രോഡ് കോൾസ്, ഫേക്ക് ഇൻഷുറൻസ്, ഇല്ലീഗൽ റീസെയിൽ ആക്ടിവിറ്റീസ് നടന്നിരുന്നു എന്നതാണ് കാരണം. അതുപോലെ എല്ലാവരും അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ്. അതൊരു പക്ഷേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിരിക്കാം, ഹൈപ്പോത്തിക്കേഷൻ, ടെർമിനേഷൻ ആൻഡ് നോട്ടിംഗ്, രജിസ്ട്രേഷൻ റിന്യൂവൽ, ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം എന്നതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ ലിനു. ബൈ ബൈ.